മന്ത്രവിഷം എടുത്ത് കുഞ്ഞുങ്ങളെ തട്ടി കളഞ്ഞാൽ പോരെ, അവരെല്ലാം മോക്ഷത്തിൽ പോകും, എല്ലാം ആയല്ലോ. എല്ലാ പദ്ധതികളും പോയി അവസാനിക്കുന്നത് ബിന്ദുവിലാണ്. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അന്വേഷിക്കണ്ട. നമുക്കതിനൊരു എനർജി സർജ് എന്ന്. പുസ്തകം നിങ്ങൾ അടച്ചാൽ അകത്ത് ലൈബ്രറി തുറക്കും. പൂർവ്വജന്മത്തിലൂടെ ആർജിച്ചതെല്ലാം നമ്മളിലുണ്ട്. കൊലപാതക കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾക്ക് പഞ്ചാക്ഷരി ദീക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജപത്തെ അത്ര സൂക്ഷ്മമാക്കണം. പ്രമാണമില്ലാതെ തർക്കിക്കരുത്, കയ്യിൽ തെളിവില്ലാതെ ചെയ്യരുതെന്നാണല്ലോ. ഇത് ചെയ്തു നോക്ക്, എന്നിട്ട് തെളിവുണ്ടാവില്ലോ എന്ന് പറ, എന്നിട്ട് തർക്കിക്കും, ഞാൻ വരാം. വല്യമ്മയുടെ മകളുടെ ഭർത്താവിൻ്റെ കുഞ്ഞമ്മയുടെ അനിയൻ്റെ മോളുടെ മകൻ്റെ അയലക്കത്തുള്ള ആൾ മരിച്ചു. അതോടുകൂടി 10-12 ദിവസത്തേക്ക് വിലയായി, 16 ദിവസം വരെ ചിലത്. പിന്നെ വിളക്കും കത്തിക്കില്ല, നാമവും ജപിക്കില്ല, എവിടെയും പോകില്ല, ഒരു സ്ഥലത്തും പോകില്ല, ഒന്നും ചെയ്യില്ല. എങ്കിലും ഒരു ദേവത നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിച്ചോളാം എന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയാളേ ഉള്ളൂ, പരദേവതയാണ്. തിരുമേനി, കഴിഞ്ഞ ഇതിൽ നമ്മൾ അവനവനിലേക്ക് ശ്രദ്ധിക്കുന്നതിനെ പറ്റി പറഞ്ഞു. എങ്ങനെ ചെയ്യാം? സാധനാപരമായി എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, അവനവനിലേക്ക് എങ്ങനെ ശ്രദ്ധിക്കാം. കാരണം നമ്മൾ എങ്ങനെ ചോദിച്ചാലും പുറത്തല്ലേ ശ്രദ്ധ വരുന്നതെന്നാണ് ചോദ്യം വരുന്നത്. നോക്കൂ, ആദ്യത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സ്ഥലം എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. എവിടെയാണ് ശ്രദ്ധ ചെല്ലേണ്ടത്, അതിനുശേഷം അവിടെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. ഇതുവരെ ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാനിതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ ഉപദേശം ഉള്ള സമയത്ത് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. നമ്മുടെ ഉള്ളിൽ പിറ്റ്യൂട്ടറി പീനിയൽ എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ഇരിക്കുന്ന സ്ഥലം അറിയാമോ? നമ്മൾ ഇവിടുന്ന് ഒരു രേഖ ഇങ്ങനെ പോയതായിട്ടും ഇവിടുന്ന് ഒരു രേഖ പോയതായിട്ടും വിചാരിച്ചാൽ 2 രേഖകൾ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ശ്രദ്ധ പുറകിലേക്ക്, നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ ശ്രദ്ധ അവിടെയാണ് ചെന്ന് നിൽക്കുക, ആദ്യം കിട്ടില്ല. അതാണ് ശരിയായ ബിന്ദു. ആ ബിന്ദുവിൽ ശ്രദ്ധ കൊടുത്ത് വേണം ജപിക്കാൻ. ആ ബിന്ദുവിൽ ശ്രദ്ധ കിട്ടി ജപിക്കുന്ന ഒരു ജപം വാചികമായി ശ്രദ്ധിച്ച് ജപിക്കുന്ന 1,00,000 ജപത്തിന് തുല്യമാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പം എങ്ങനെ അവിടെ ശ്രദ്ധിക്കാം? ആദ്യം ചെയ്യേണ്ടത് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ സാവധാനം മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധ കൊണ്ടുവരിക. കുറേ നാൾ മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധ ഇരിക്കും. അത് കഴിഞ്ഞാൽ പതിയെ നെറ്റിയിൽ കൊണ്ടുവരിക, ഇവിടേക്ക്. അത് കുറച്ച് നാൾ അങ്ങനെ പോവും. അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിയും. ഈ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിയുമ്പം ഒരു ആനന്ദം ഉണ്ടാവും ആദ്യമായിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ മടിയിലിരുന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ മടിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. വിറ്റ്നസ് ആവും. നമ്മളിങ്ങനെ നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു അനുഭവം ആണ് വരുന്നത്. എനിക്ക് വന്നത്, ഞാൻ എല്ലാവരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ശ്രദ്ധ ഇരുന്ന് നട്ടൽ നേരെയായിട്ടിരിക്കുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ സാവധാന കുണ്ടലിനിക്ക് ഇളക്കം വരും, ഒരു വൈബ്രേഷൻ വരും. അത് എല്ലാവർക്കും ഓരോ രീതിയിലാണ് സംഭവിക്കുന്നത്. എനിക്ക് വെച്ചാൽ മോളുണ്ടായതിന് ശേഷമാണ് അനുഭവം ഉണ്ടായത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിരുന്ന സ്ഥലത്ത് ബാക്കിലൊരു സപ്പോർട്ടിനൊരു തോർത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇരുന്ന് ജപിക്കാൻ വേണ്ടി ഇരുന്ന് തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോള് ജനലിൻ്റെ മുകളിൽ നിന്ന് ഷോൾഡറിലേക്ക് കൈവച്ച് ചാടി. അപ്പം താഴേക്ക് മൂലാധാരത്തിൽ പ്രഷർ പോയി. ഈ അടിയിൽ ഇത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് അടിയടിച്ചു. അതാണ് ആദ്യത്തെ അനുഭവം. അത് മുകളിലേക്ക് പൊളഞ്ഞ് എങ്ങനെ അത് പറഞ്ഞു തരണമെന്നറിയില്ല, ഇങ്ങനെ ഒരു ഫീൽ. അത് ശേഷം പിന്നെ അത് റെഗുലറായി. നമുക്കതിനൊരു എനർജി സർജ് എന്ന് എങ്ങനെ അത് പറഞ്ഞു തരണമെന്നറിയില്ല. ഇതുപോലെയാണ് എല്ലാവർക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ടാകുന്നതൊക്കെ തന്നെയാണ്. ഞാനതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പം ചെറുതായിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെവിടെ എത്തിയിട്ടില്ല, നമ്മളെവിടേക്കോ ഇങ്ങനെ അറിഞ്ഞിരിഞ്ഞ് നടക്കുക. ഇപ്പോഴും ശരിയായിട്ടുള്ള വിദ്യയിലേക്കാണോ പോയെന്ന് പോലും എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമ്മളെ സ്വയം അനലൈസ് ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതുകൊണ്ട് ഇനിയും എന്തോ വരാനുണ്ടെന്ന് കരുതി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. തരാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, പറയാനുള്ള ആൾ പറഞ്ഞു കഴിഞ്ഞു, തരാനില്ല, ഇനി അവനോ പണിയെടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇനിയും എന്തെങ്കിലും കൂടി ഉണ്ട് എന്നുള്ളൊരു കാത്തിരിപ്പ്, ഒരു സുഖമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സാധന ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പണിയെടുക്കുകയും കാത്തിരിക്കുകയും കൂടെയാണ്. ഇനിയും വരും, എന്തെങ്കിലും വരും, പുതുതായിട്ട് വരും. അപ്പോൾ ശ്വാസത്തിൽ മൂക്കിൻ്റെ അഗ്രത്തിൽ ഇവിടെ പുരികത്തിനിടയിൽ, അതിനുശേഷം പിറ്റ്യൂട്ടറിയുടെയും പീനലിൻ്റെയും, ആ പിറ്റ്യൂട്ടറി പീനൽ ഗ്ലാൻഡിൽ ശ്രദ്ധ ചെല്ലണം. ചെല്ലണം. ആ ഗ്ലാൻഡാണ് ആക്റ്റീവ് ആവേണ്ടത്. അതാണ് ബിന്ദു.
എല്ലാ പദ്ധതികളും പോയി അവസാനിക്കുന്നത് ബിന്ദുവിലാണ്. നമ്മൾ ഏത് തരം ഉപാസനയിൽ പോയാലും ബിന്ദുവിൽ ലയിച്ചോട് ഗുരുവെ ലഭിച്ചിടാൻ ബിന്ദുവാസിനി തന്നെ വചിക്കണം ചിരകാലമാണ്. ബിന്ദുവെ ലഭിച്ചിടിൽ സർവ്വതും ലഭിച്ചിടും, ബിന്ദുവെ നശിച്ചിടിൽ സർവ്വതും നശിച്ചിടും. ബിന്ദുവിൽ ലയിച്ചൊരു ഗുരുവെ ലഭിച്ചിടാൻ ബിന്ദുവാസിനി തന്നെ ഭജിക്കണം ചിരകാലം. ഭഗവതിയെ തന്നെ കുറച്ചു കാലം ഭജിക്കുമ്പോൾ ബിന്ദുവിൽ ലയിച്ചൊരു ഗുരുവിനെ കിട്ടും. ആ ഗുരു വന്ന് ബിന്ദു എന്താണെന്ന് പറഞ്ഞു തരും. അതോടുകൂടി നമ്മൾ അതിനെ ആശ്രയിക്കും, മറ്റുള്ളതൊക്കെ പയ്യെ വിടും. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അന്വേഷിക്കണ്ട, അത് സ്വയം തെളിയണം. കൂടെ എല്ലാം പുസ്തകത്തിൽ അന്വേഷിക്കുകയല്ല വേണ്ട. ഇനി മുമ്പും പലതവണ പറഞ്ഞാണ്, പുസ്തകം നിങ്ങൾ അടച്ചാൽ അകത്ത് ലൈബ്രറി തുറക്കും. പുസ്തകം അടച്ചാൽ അകത്തെ ലൈബ്രറി തുറന്നിരിക്കും. പക്ഷെ പുസ്തകത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് അകത്തെ ലൈബ്രറി കാണുന്നില്ല. പുറത്ത് വെളിച്ചം ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് അകത്ത് കത്തുന്ന വിളക്കിൻ്റെ പ്രഭ അറിയാൻ പറ്റുന്നില്ല. പൂർവ്വജന്മത്തിലൂടെ ആർജിച്ചതെല്ലാം നമ്മളിലുണ്ട്. ചന്ദ്രൻ്റെ പ്രഭ അറിയണമെങ്കിൽ സൂര്യൻ രാത്രിയായി നിലാവുള്ളപ്പോഴേ പറ്റത്തുള്ളൂ, മറ്റു വെളിച്ചമില്ലാത്തപ്പോഴേ പറ്റത്തുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. അത് അറിയാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. അത് അതിനു വേണ്ടി ശ്രമിക്കൂ. അത് അകത്തേക്ക് പരമാവധി ശ്രദ്ധിക്കുക. പുറത്തെ ലൈബ്രറി അടയ്ക്കണം, അകത്തെ വെളിച്ചം നമുക്ക് അറിയാം. അതായത് അകത്തെ ലൈബ്രറി തുറന്നു കിട്ടണമെങ്കിൽ പുറത്തുള്ളതൊക്കെ അടച്ചാലേ പറ്റത്തുള്ളൂ. അത് ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള അന്വേഷണം കൂടുതലും അകത്തേക്ക് അന്വേഷണം കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ അനുഷ്ഠാനപരമായിട്ട് നശിച്ചു പോകുന്നത്. ഈ പുറത്ത് അന്വേഷിക്കുന്ന ആളുകൾ, കണ്ടുമുട്ടുന്ന ആളുകൾ പുറത്ത് അന്വേഷിക്കുന്ന മറ്റൊരാളെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് അനുകരണങ്ങൾ കൂടുന്നത്. അതാണ് അന്തർനയിപ്പ് എന്ന് പറയുന്നത്. ഈ പുറത്തുള്ള അന്വേഷണം അവസാനിപ്പിക്കുക, നിങ്ങൾ അകത്തേക്ക് തിരികെ. അവനവൻ്റെ ഗുരു തന്നെയാണ്. നിങ്ങൾ ഓരോ ജന്മം എടുത്തിരിക്കുന്നതും അനേക കോടി ജന്മങ്ങളിലെ ഭാഗമായിട്ടാണ്. അനേക കോടി ജന്മങ്ങളിൽ നിങ്ങൾ ആർജിച്ച അറിവുകൾ തന്നെയാണ് റിപ്പീറ്റഡായിട്ട് നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് പുരാതനനാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ പുതിയതായിട്ട്. ആത്മാവ് ആർജിച്ചിരിക്കുന്നത് പുരാതനമായ അറിവുകളാണ്. അതുകൊണ്ട് ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ആത്മാവ് തന്നെ അറിവുകളെ വെളിപ്പെടുത്തി കൊടുക്കും. ആത്മാവെന്ന് പറഞ്ഞാൽ അത് പരമാത്മാവ് തന്നെയാണ്. അതിൻ്റെ ഒരു അംശമാണല്ലോ ഈ കാണുന്നത്. അവിടെ നിന്നുള്ള സാധനം കിട്ടാൻ ഒരു വിഷമവുമില്ല. നമ്മുടെ വിജ്ഞാനമയ കോശത്തെ പ്രകൃതിയുടെ വിജ്ഞാനമയ കോശമായിട്ട് ബന്ധിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രകൃതി എന്ന് പറയുന്ന ലൈബ്രറി നമ്മുടെയും കൂടി ആയി മാറുകയാണ്. നമ്മളതിന് വിമുഖനായിട്ട് നിന്നുകൊണ്ട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് വീട്ടിൽ ഊണ് ഉള്ളവൻ പുറത്ത് കാടിവെള്ളം അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് ഈ നടപ്പ് ആൾക്കാരുടെ. അതുകൊണ്ട് ഈ നടപ്പ് അവസാനിപ്പിക്കൂ. നിങ്ങൾ എവിടെയോ ഇരിക്കുന്ന ഗുരുക്കന്മാരെ അന്വേഷിച്ച് ഓടി നടന്ന് അവരുടെ അടുത്ത് നിന്ന് സറണ്ടർ ചെയ്ത് അവിടെ ചെന്ന് ഇവിടെയും വിളിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ചാളുടെ കൂടുതലാണ് വിളി. എന്നെ ശിഷ്യനാക്കി തീർക്കണേ. ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് 25 പ്രാവശ്യമെങ്കിലും മിനിമം ആലോചിക്കണം. ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത്, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ വരുന്ന ആളുകളെ ഒരു 10 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കണം. വിദ്യയുടെ വഴി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള വഴിയൊന്നുമല്ല. ഇവിടെ കൊണ്ട് തന്നാൽ എനിക്ക് ഉരച്ച് നോക്കാതെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പല രീതി വരയ്ക്കും. തങ്കമാണെങ്കിലേ കൊടുക്കൂ, ആണേ ഉള്ളൂ. കാരണം ഇത് അങ്ങനെ വാരിക്കോരി കൊടുക്കാനില്ല. ഇവിടെ കൊടുക്കുന്നത് ഓരോന്നും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. എന്നെ തപസ്വികളായിട്ടുള്ള ആളുകൾ യാതന സഹിച്ച് അവരുടെ ജീവനും ചോരയും കൊടുത്ത് സംരക്ഷിച്ച സാധനമാണ് വിദ്യ എന്ന് പറയുന്നത്. ഇന്ന് ഇത്രയും വൈദേശിക ആക്രമണവും ആധിപത്യവും ഉണ്ടായിട്ടും യുഗങ്ങളോളം നമ്മൾ അടിമകളായിട്ട് കിടന്നിട്ടും ഇന്നും ഈ വിദ്യ പോകാതെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ ഇരിക്കുന്നില്ലേ? അതിന് ഈ പൂർവിക പരമ്പരകളോട് എന്ത് കടപ്പാട്, എവിടെയെങ്കിലും നമുക്ക് കടപ്പാട് തീർക്കാൻ പറ്റുന്നത്? പറഞ്ഞു തീർക്കാനാവും. അപ്പോൾ അവർ തന്ന ഈ സാധനത്തിനെ കാശിനെട്ടെന്ന് പറഞ്ഞ് വഴിയിലിട്ട് വിറ്റാൽ ഇതിൻ്റെ പാപം ഞാൻ എവിടെ ചെന്ന് അവസാനിപ്പിക്കും? അല്ല, എന്തിനും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടല്ലോ. മിനിമം 2ാം ക്ലാസ്സിലേക്ക് വിടാൻ 1ാം ക്ലാസ് പാസ്സാകണ്ടേ? അതെ, ആവശ്യമാണ്. 1ാം ക്ലാസ്സിൽ പോകാൻ മിനിമം ഇത്ര പ്രായമാവണമെന്നാണ്, അല്ലേ? അപ്പം അത് ഇല്ലാതെ വെറുതെ നേരിട്ട് വരാനേ ഞാൻ പറയാറുള്ളൂ. ഈ നേരിട്ട് വന്നാൽ എനിക്ക് ഇവിടെ വന്നു, എന്നോട് ചോദിച്ചാൽ ഇവിടെ വന്നു ജനുവിനാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ സ്വത്തല്ലല്ലോ, ഞാനെടുത്ത് കൊടുക്കും. എന്നെ അവരെ ഏൽപ്പിച്ചതാണ്. അവരാർക്ക് കൊടുക്കണം എന്ന് പറയുന്നു, അവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. വേണ്ടെന്ന് വിചാരിച്ചാലും കൊടുക്കേണ്ടി വരും. കൊലപാതക കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾക്ക് 5 ദീക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കൊടുക്കുന്നില്ല എന്ന് മനസ്സ് വിചാരിച്ചപ്പം മുഴുവൻ നിർദ്ദേശം വന്നു. ഇതിൻ്റെ ഉടമസ്ഥ നീയാണോ എന്ന് ചോദിച്ചു. അല്ല, അല്ലെങ്കിൽ പറയുന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞു.
ഞാനെങ്ങനെ അറിയും ഇത് ആ വരുന്ന ആൾക്ക് എങ്ങനെ എലിജിബിലിറ്റി ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പരിശോധിക്കാം. ഉം. ആ പരിശോധനയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ ഭൗതികമായ ഒരു പരിശോധനയാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ പരമ്പരയിലേക്കൊന്ന് നോക്കും, ഇത് കൊടുക്കട്ടെ. അവിടുന്ന് ഒരു നിർദ്ദേശം വന്നാൽ ഇപ്പോൾ പിന്നെ അതുപോലും നോക്കാറില്ല. ഇവിടെ വരുന്നെങ്കിൽ അവർ പരമ്പര പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കാറ്. നിമിത്തം ചിലപ്പോൾ അവർ ചോദിച്ചു തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവർക്ക് വേണ്ടത് എന്താണോ അത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. ഇപ്പം അവർക്കത് പ്രയോജനം ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് പ്രയോജനം ചെയ്യും. ഞാൻ ആകെ ഒരു ക്രിയയ്ക്ക് അല്ലെങ്കിൽ പൂജ കഴിക്കണം എന്നുള്ള വിഷയത്തിൽ നിർബന്ധം പിടിക്കുന്ന വിഷയം പിതൃശുദ്ധിയാണ്. തലമുറയിലെ പിതൃക്കൾ ഗതിയാവാതെ നിൽപ്പുണ്ടെങ്കിൽ പിതൃശുദ്ധി ക്രിയ കഴിക്കാതെ അനുഷ്ഠാനത്തിലേക്ക് വരാതിരിക്കുകയാണ് നല്ലത്. ഭഗീരഥൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. മനസ്സിലായി. എന്ത് പാട് കഴിച്ചിട്ടാണ് പിതൃശുദ്ധി ക്രിയ കഴിച്ചതെന്ന്. അതെ. അപ്പോൾ അത് ചെയ്യാതെ രണ്ടാമത്തെ വിഷയം, ഈ ശത്രുദോഷം പോലുള്ളതൊക്കെ നമുക്ക് ആഭിചാരമൊക്കെ ആവാഹിച്ച് മാറ്റാം. ഒരുപാട് വലിയ വിഷമം ഇല്ല, ചെറിയ ആവാഹിക്കാം, ചെയ്യാം. പിതൃശുദ്ധി ക്രിയകളിൽ അത് പാടില്ല. ആ ഒരു ലാഘവത്തോടെ പിതൃശുദ്ധിയെ സമീപിക്കാൻ പാടില്ല. അതീവ പ്രാധാന്യം. ആവാഹിച്ചിട്ടുണ്ടെങ്കിൽ തിലഹോമോ സായുജ്യം ചെയ്ത് ലയിപ്പിച്ചിട്ടേ വിടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ അതൊക്കെ ചെയ്തോളും, അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് പ്രതിമകളെ അല്ലെങ്കിൽ ആളുകളെ തള്ളിവിടാനൊന്നും പറ്റില്ല. ആ ഒരു വിഷയത്തിൽ മാത്രമേ ഞാൻ ബലം പിടിക്കാറുള്ളൂ. അനുഷ്ഠാന വിഷയത്തിൽ ഇവിടെ വന്ന ആൾ പൂജ പഠിച്ചിരിക്കണമെന്നോ ഗണപതി ഹോമം കഴിക്കാൻ പ്രാപ്തനായിരിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾ ഇന്ന കുലത്തിൽ ജനിച്ച് ഇന്ന ഇല്ലത്തുനിന്ന് വന്ന ആളായിരിക്കണമെന്നോ വെളുത്തിരിക്കണമെന്നോ കറുത്തിരിക്കണമെന്നോ ഇന്ന വർണ്ണത്തിൽപ്പെട്ട ആളായിരിക്കണമെന്നോ എനിക്ക് തന്നെ വർണ്ണമില്ല, ജാതിയിലൊന്നുമില്ല എനിക്ക്. ഞാനതുകൊണ്ട് നിർബന്ധം പറയാറില്ല. നിങ്ങളെന്താണെന്ന് നിങ്ങൾ എന്നോട് പറയും, അതാണ് നിങ്ങൾ. ഞാനതിൻ്റെ പിന്നാലെ അന്വേഷിക്കാനും ആണോ എന്ന് പരിശോധിക്കാനൊന്നും ഞാൻ അധികാരിയല്ല. നിങ്ങൾ പറയുന്നതാണ് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരി. കൊടുക്കേണ്ട വിദ്യ എന്താണെന്ന് പരമ്പരയാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ വന്ന് ശ്രീവിദ്യ ചോദിക്കുമ്പോൾ ശ്രീവിദ്യ ആയിരിക്കില്ല അയാൾക്ക്. വരുന്നവർക്കെല്ലാം ശ്രീവിദ്യ കൊടുത്ത് വിടാൻ പറ്റില്ല. വരുന്നവരോടെല്ലാം ഇവിടെ എന്നാ ഗണപതിയെ ജപിച്ചോ എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. അതായിരിക്കില്ല അവരുടെ ആവശ്യം. ഇതും ഇന്നലെയും ഒരാൾ വന്നു, ചേട്ടാ ഈ മന്ത്രദീക്ഷകൾ കിട്ടിയിട്ട് ഇത് ഞാനിങ്ങനെ നശിച്ച് പോവാണ്. അത് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഇത് മോക്ഷവിദ്യയാണ്, എല്ലാം പോകുമോ ശ്രേ? എല്ലാം പോവുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രായം കഴിയുമ്പം മന്ത്രോപദേശം കൊടുത്തിട്ട് അങ്ങ് കൊന്നാൽ പോരെ? മോക്ഷവിദ്യയാണെങ്കിൽ ധർമ്മർത്ഥ കാമ മോക്ഷം അങ്ങനെയല്ലേ പോകേണ്ടത്. മോക്ഷവിദ്യ ആണെങ്കിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞേ, മന്ത്രദീക്ഷ കൊടുത്ത് കുഞ്ഞുങ്ങളെ തട്ടി കളഞ്ഞാൽ പോരെ? അവരെല്ലാം മോക്ഷത്തിൽ പോകും, എല്ലാം ആയല്ലോ. അങ്ങനെ അല്ലല്ലോ ഇത്. നമുക്ക് ഇവിടുന്ന് നീരാവി മുകളിലേക്ക് പോയാൽ മഴയായിട്ട് താഴോട്ട് വരും. പറഞ്ഞാൽ മനസ്സിലായി? ഊർധ്വഗമന വിദ്യയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധർമ്മവും പുഷ്ടിയും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ട വിഷയം നിങ്ങളുടെ പരദേവതയാണ്. നിങ്ങൾ പരദേവതയെ വിട്ടിട്ടാണ് നിങ്ങൾ ഈ അനുഷ്ഠാനം മുഴുവൻ ചെയ്യുന്നതെങ്കിൽ അപകടത്തിലാണ്. ലളിതാ പരമേശ്വരിയെ ശ്രീചക്രത്തെ സേവിക്കുന്നു. നിങ്ങളുടെ ഇല്ലത്തെ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ തറവാട്ടിലെ, നിങ്ങളുടെ വീട്ടിലിരുന്ന ഭുവനേശ്വരിയോ കാളിയോ ആയിരിക്കണം ആ കണ്ട ത്രിപുരസുന്ദരി. അവർ വേറെ ഇവർ വേറെ എന്ന് വിചാരിക്കരുത്. മനസ്സിലായി? എൻ്റെ കുടുംബത്തിൽ കുടിവെച്ച യക്ഷിയമ്മ തന്നെയാണ് സാക്ഷാൽ ശ്രീചക്രത്തിലിരിക്കുന്ന ത്രിപുരസുന്ദരി എന്ന് കരുതി ആ യക്ഷിയമ്മയെ തന്നെ സേവിക്കുക, ആ ഭുവനേശ്വരിയെ തന്നെ സേവിക്കുക. ശ്രീചക്രം വേറെ കൊണ്ടുവച്ചിട്ട് ഭുവനേശ്വരിക്ക് നൈദ്യമില്ല അവിടെ ആവരണ പൂജ ദിവസം കഴിച്ചുകൊണ്ടിരുന്നാൽ നശിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഏതെങ്കിലും ഒരു ദേവത നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിച്ചോളാം എന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ആളേ ഉള്ളൂ, പരദേവതയാണ്. ആ പരദേവതയെ വിട്ടിട്ട് എന്ത് കാര്യം? പരദേവതയെ സേവിച്ചു നോക്ക്. ഇതൊക്കെ പൊക്കോട്ടെ ആ കൂടെ, പക്ഷെ പരദേവതയെ ഒന്ന് സേവിച്ചു നോക്ക്. അവനവൻ്റെ ഈ ചോദിച്ചില്ലേ നിത്യകർമ്മം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. നിത്യകർമ്മം ചെയ്യേണ്ട കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം. എന്നും പരദേവതയ്ക്ക് നമസ്കരിക്കണം, സാഷ്ടാംഗം നമസ്കരിക്കണം. ജപിച്ച് അമ്മേ എന്ന് വിളിച്ച് നമസ്കരിച്ചാൽ മതി. അത് ചെയ്തു നോക്ക്, വ്യത്യാസം അറിയാം. ഇപ്പം ഈ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊക്കെ ഒരു 4-1 ചുരുങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും. അത് കാണുമ്പോൾ വലിയ മല പോലെ ഇരുന്നു, അടുത്തേക്ക് ചെന്നപ്പോൾ ഇല്ലാണ്ടായി പോയി. പലതിൻ്റെയും പ്രശ്നം നമ്മൾ തന്നെയാണെന്ന് മനസ്സിലായി. അതെ. അതായത് പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം ഇല്ലെന്നും ഇതൊന്നൊരു വിഷയമേ അല്ലെന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് അനുഷ്ഠാനം കൊണ്ടാണ്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആംഗിളിൽ നിന്ന്
നമ്മൾ കിഴക്കുന്ന് കാണുന്നതിന് പകരം വടക്കുന്ന് മാറി കാണാൻ തുടങ്ങും. നമ്മളെ തന്നെ കാണാനായിട്ട്. അപ്പോൾ ഈ പ്രശ്നമില്ല. അനുഭവത്തിൽ നിന്ന് പറയാത്ത ഒരു വിഷയവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് 100% എനിക്ക് ബോധ്യമാണെന്ന് ഉറപ്പിച്ച് പറയാണ്. നിങ്ങളിതിൻ്റെ പുസ്തക പ്രമാണം ചോദിച്ചാൽ ഞാനൊരു പുസ്തകം എഴുതി തരാമെന്നല്ലാതെ പലതിനും പുസ്തക പ്രമാണം എൻ്റെ കയ്യിലില്ല. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലൈസ്ഡ് അനുഭവങ്ങളാണ്. അല്ലാതെ അതിന് ഞാൻ പുസ്തകം അന്വേഷിച്ച് പോകുന്നത് എന്തിനാണ് ഞാൻ അതിനെ പുസ്തകത്തിലേക്ക് ഫിറ്റാക്കുന്നത്? പണ്ട് വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തോ സാധനം പറഞ്ഞപ്പോൾ അത് വേദത്തിലില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എഴുതി ചേർക്കാൻ പറഞ്ഞു. സൂക്ഷ്മത്തെ അറിഞ്ഞാൽ പിന്നെ വേദമൊന്നുമില്ല. സൂക്ഷ്മത്തെ അറിഞ്ഞവരാണ് വേദത്തിന് പ്രമാണം. ഒരു കാലത്ത് അറിഞ്ഞവരാണ് അത് ആ കമ്പയർ ചെയ്തത്. അവരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, അല്ലേ? സത്യം. എത്രയോ സ്ത്രീകളായിട്ടുള്ള ഋഷിമാർ ഈ വേദത്തിലുണ്ട്. വേദം എഴുതിയതിൻ്റെ അനസൂയ, ആംബ്രണി, ഇല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ്. ഇവരൊക്കെ എഴുതി വെച്ചത് ഇല്ലേ? പഠിക്കുന്നില്ലേ? ധാരാളമായിട്ട്. എന്നിട്ടും ഈ സനാതന ധർമ്മത്തിൽ, ഹിന്ദു മതത്തിൽ, വൈദിക സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലായിരുന്നെന്നും അടിമകളായിരുന്നെന്നും പറഞ്ഞത് വിശ്വസിക്കുന്ന മണ്ടൻ ഹിന്ദുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. ധാരാളമായിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. നിങ്ങളുടെ മതത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ എന്നായിരിക്കുന്നത്. അവർ പറഞ്ഞു വെച്ചതാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ? അതെ. ഈ സകല ആൾക്കാരും മഹാരാജ്ഞിയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെയാണ്, പാർവതിയെ. അല്ലേ? അതെ. ശിവന് മുകളിലിരിക്കുന്ന. അതെ 100%. എന്നിട്ടും പറയാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആലോചിച്ച്. സത്യമാണ്. ഈ അങ്ങ് പറഞ്ഞ ഈ നിത്യാനുഷ്ഠാന പദ്ധതികളും അവനവനിലോട്ടുള്ള നോട്ടവും കൊണ്ട് അവനവന് തോന്നുന്ന കാലത്ത് അതിന് മുകളിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നിയാൽ ആരെങ്കിലും യോഗ്യരായവരെ സമീപിച്ച് സ്വാഭാവികമായിട്ട് സംഭവിക്കും. നിങ്ങൾ അന്വേഷിച്ച് അത്രയും ചെയ്യുന്നവനെ അന്വേഷിച്ച് വിദ്യ വരും. ഞാൻ ഈ പറഞ്ഞത് നിസ്സാര കാര്യമല്ല. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ ഒരു 6 മാസം പിടിക്കും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിദ്യ നിങ്ങളുടെ അടുത്ത് വരും. ഇത്രയും ഞാൻ പറഞ്ഞത് ചെയ്യാൻ ഞാനിപ്പോൾ ഇത് പറഞ്ഞല്ലോ. ഇതിൽ ഇപ്പോൾ കേട്ട 100 പേര് ഉണ്ടെന്ന് വയ്ക്കാം. അതിനകത്ത് 70% പേര് ഇതിനെ തള്ളിക്കളയും. ബാക്കിയുള്ള 30% പേരില്ലേ, അതിൽ 20% പേര് മറ്റുള്ള ആളുകളോട് പോയി ഇത് വീണ്ടും ചോദിക്കും. സംശയമാണ്. അത് അനുഭവം ഇല്ലാത്തവരല്ലേ. അതിൽ ഒരു 20%-നെയും ഒഴിവാക്കി വിടും, തള്ളിക്കളയും, പോവും. പിന്നെ വരുന്ന 10% ഇല്ലേ, ആ 10%-ൽ അതിൻ്റെ വെറും 10%, അതിൽ ഒരാളെ അല്ലെങ്കിൽ 2 ആളെ മാക്സിമം ഞാൻ ഈ പറഞ്ഞതെടുക്കാൻ പോകുള്ളൂ. എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇത് കേൾക്കുന്ന തലമുറയിൽ, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെല്ലാം നാളെ തൊട്ട് തർപ്പണം ചെയ്യുന്നു, ജപം തുടങ്ങുന്നു വിശ്വസിക്കാനും മാത്രം പൊട്ടനല്ല ഞാൻ. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകും. വേറെ ആരും ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലോ? വളരെ വലിയ വെളിച്ചമാണ്. എപ്പോഴും നിത്യകർമ്മം എന്ന് പറയുന്നതിനെ അവനവന് ചെയ്തു പോകാവുന്ന അത്ര ചെറുതാക്കി വെക്കണം. നമ്മൾ ഏത് വിമാനത്തെ ഇരുന്നാലും ചെയ്യാൻ പറ്റണം. മസിൽ മെമ്മറി ആക്കണം. ഒരു കുപ്പി വെള്ളത്തിൻ്റെ ഒരു 2 അടപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തർപ്പണം തീർക്കാൻ പറ്റണം. നമ്മൾ തർപ്പിച്ചതാണെന്ന് പോലും ചുറ്റും ഇരിക്കുന്നവർക്ക് മനസ്സിലാവരുത്. അത്ര ചെറുതാക്കണം. ജപത്തെ അത്ര സൂക്ഷ്മമാക്കണം. ഇയാൾ എന്തെങ്കിലും ജപിക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് ജപം തീർന്നു. ലഘുവായതും എന്നാൽ ഭയങ്കരമായ പ്രയോജനവും. അങ്ങനെ ചെയ്യണം. മുട്ടരുത്. ആര് മരിച്ചാലും മുട്ടരുത്. അച്ഛൻ മരിച്ച ദിവസം ഇതുപോലെ അച്ഛൻ മരിച്ച ദിവസം ഒന്ന് വൈകിട്ട് ജപിക്കണം. വീട് മുഴുവൻ ആളാ, ജപിക്കാതെ പറ്റില്ല. ബാത്റൂമിൽ പോയിരുന്നു ചോദിച്ചു. ബാത്റൂമിൽ ആൾ വരില്ലല്ലോ. വേണേ ആ കാരണം ഒന്നും ജപം മുട്ടിക്കാമല്ലോ. ധാരാളമായിട്ട് ചെയ്യുന്ന മുട്ടിക്കുന്നവരുണ്ട്. പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നവർക്ക് അതൊരു അവസരം. ആരോ മരിച്ചൊരു പലയായി. വല്യമ്മയുടെ മകളുടെ ഭർത്താവിൻ്റെ കുഞ്ഞമ്മയുടെ അനിയൻ്റെ മോളുടെ മകൻ്റെ അയലക്കത്തുള്ള ആൾ മരിച്ചു. അതോടുകൂടി 10-12 ദിവസത്തേക്ക് പലയായി. 16 ദിവസം വരെ ചിലത്. പിന്നെ വിളക്കും കത്തിക്കില്ല, നാമവും ജപിക്കില്ല, എവിടെയും പോകില്ല, ഒരു സ്ഥലത്തും പോകില്ല, ഒന്നും ചെയ്യില്ല. വീട്ടിൽ അടങ്ങിയിരിക്കണം. അതുമല്ല, സിനിമയ്ക്ക് പോകും. അപ്പോൾ അത് സിനിമയ്ക്ക് പോകാനുള്ള അവസരമായി, പാർക്കിൽ പോകാനുള്ള അവസരമായി, മറ്റേ ബ്ലാക്ക് തണ്ടറിൽ പോകാനുള്ള ഒരു ചാൻസായി. അല്ലേ? ജപം മുട്ടും. മുട്ടിക്കാനേ ആളുണ്ടാവുള്ളൂ. തുടങ്ങിത്തരാൻ ആരും വരില്ല. മുട്ടിക്കാൻ 100 കാരണം കിട്ടും. അവനവൻ്റെ സാധനം മുടക്കരുത്. ഇപ്പം യുക്തിവാദത്തിൻ്റെ എത്തിസിസം, യുക്തിവാദം, പ്രമാണമില്ലാതെ തർക്കിക്കരുത്, കയ്യിൽ തെളിവില്ലാതെ ചെയ്യരുതെന്നാണല്ലോ. ഇത് ചെയ്തു നോക്ക്, എന്നിട്ട് തെളിവുണ്ടാവില്ലോ എന്ന് പറ, എന്നിട്ട് തർക്കിക്കും. ഞാൻ വരാം. അല്ലാതെ ചുമ്മാ ഒരു കാര്യത്തിനെ തർക്കിക്കാൻ പറ്റില്ല. ചെയ്തിട്ട് ശരിയായില്ല, എൻ്റെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ തർക്കിക്കാം. അപ്പോൾ നമുക്ക് പരിശോധിക്കാം.
തർക്കം എന്ന് പറയുന്നത് എപ്പോഴും പരിശോധന കൂടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതാണ് തർക്കം. നിങ്ങൾ സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഇപ്പം എത്രയോ സയൻറ്റിസ്റ്റുകൾ എത്ര കാലത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഒരു കൃത്രിമ ഉപഗ്രഹത്തെ അതിൻ്റെ ഓർബിറ്റിലേക്ക് കൊണ്ടുവിടുന്നത്. അതെ. അവരുടെ വർഷങ്ങൾ നീണ്ട തപസ് ഫെയിലർ ആവില്ലേ? ആകുമ്പോൾ തർക്കം ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യും. എന്താണ് സംഭവിച്ചതെന്ന്. ആ ഡിബേറ്റിൻ്റെ അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തുമോ? എത്തും, ഉറപ്പായിട്ടെത്തും. ഇതുകൊണ്ടാണ് സംഭവിച്ചത്, ഇനി മുതൽ അത് കറക്റ്റ് ചെയ്യണം, അടുത്തത് കറക്റ്റ് ചെയ്തിട്ട് വിടും. ആരോഗ്യകരമായ സംവാദം. അപ്പം സംവാദയിൽ ഐക്യമത്യായ സംവാദം കൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ റിസൾട്ട് വരണം. സംവാദം എന്ന് പറയുന്നത് ഒരാളെ അടിച്ചമർത്താനും ഒരു വിഭാഗത്തെ തരം താഴ്ന്നവരായിട്ട് പ്രഖ്യാപിക്കാനും അവർ കള്ളന്മാരാണെന്ന് തെളിയിക്കാനും അല്ല സംവാദം. അങ്ങനെയുള്ള സംവാദങ്ങളിൽ പോയി ഇരുന്ന് കൊടുക്കരുത്. ഇപ്പോൾ പല ചാനലിലും കാണാം പോയിരുന്ന് കൊടുക്കുന്നത്, വാല് മുറിയുന്നത്. എന്ത് കാര്യത്തിന്? നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പുള്ളൊരു വിഷയത്തിൽ തർക്കമുണ്ടോ? നമുക്ക് തർക്കമില്ല, ഉറപ്പാണ് എനിക്ക്. പിന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ തർക്കമുണ്ടെന്നും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും വരുമ്പോഴാണ് തർക്കത്തിന് നമ്മൾ ഇരുന്ന് തരുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യം തെളിയലാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനും അല്ല എന്നാണ് സ്വാമി എഴുതി വെച്ചത് അവിടെ. സത്യമാണിത്. ഈ നാരായണ ഗുരുസ്വാമികളെ പോലത്തെ മഹാമനീഷികളായ ആളുകളെ കേരളം വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? നാരായണ ഗുരുസ്വാമികളുടെ സുബ്രഹ്മണ്യ കീർത്തനോ അല്ലെങ്കിൽ മണ്ണന്തല ദേവീസ്തവത്തിലെ വരികളോ ഒക്കെ കേൾക്കുമ്പോഴാണ് കുമാരനാശാനെ എടുത്ത് നമ്മൾ തോട്ടിക്കളയാൻ തോന്നും. ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കളയണമെന്നല്ല പറഞ്ഞത്. എന്തൊരു ഭംഗിയാണ് ആ എഴുത്തിനൊക്കെ. ഭുജംഗാഷ്ടകം ഗംഭീരമായ കൃതിയാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ വാക്കുകൾ ഇങ്ങനെ വരുന്നത്? എന്ത് പ്രയോഗമാണ് ആ വാക്കുകളിലൊക്കെ. ഇത് ഗംഭീരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ. കേരളത്തിൽ അത് വേണ്ട വിധത്തിൽ അത് പ്രചരിച്ചിട്ടുണ്ടോ? സ്വാമി എഴുതിയ ക്രിയകൾ എന്തെങ്കിലും അറിവെന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അറിവ്. അത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ നോളജിനെ പറ്റിയിട്ടുള്ളൊരു ശാസ്ത്രശാഖയുണ്ട്, പുറത്തൊക്കെ ഉണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം. 15 വരെയോ മറ്റോ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സ്വാമിയുടെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്നവർ ഇപ്പം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് പലരും. അല്ലേ, സ്വാമിയെ നമ്മുടെ സംസ്കാരത്തിൽ ചേർന്ന ആളല്ല, ഹിന്ദു അല്ല, സനാതനിയല്ല എന്ന് പറഞ്ഞ് ആക്കുന്നവരാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പം പുള്ളി ഹിന്ദു അല്ല, അത്ര നാരായണ സ്വാമി ഹിന്ദു സന്യാസി അല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കണം പുള്ളി. ഇപ്പം ഏതായാലും നമുക്ക് ഈ നിത്യാനുഷ്ഠാന പദ്ധതിയിലൂടെ അവനവൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഈ പറഞ്ഞു തന്ന വിധിയിലൂടെ ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികളെല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് കരുതാം.